അപ്പോൾ ഒരു ടീം വർക്കിൽ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും, പല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരുണ്ടാവും, പലർക്കും പല ഡ്രോബാക്കുകളുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയ അസൈൻ ചെയ്ത് വെച്ച വർക്കുകൾ അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഓരോരുത്തർക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഈ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല വർക്ക്, ഡിസ്ട്രിബ്യൂഷനൊപ്പം അത് കോർഡിനേഷനും ഉണ്ട്. അതായത് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത പാർട്ടുകൾ മറ്റേയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അയാൾക്ക് അത് കിട്ടിയിട്ട് വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടീം കോർഡിനേഷനിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ബൂട്ട് ക്യാമ്പിൽ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. അല്ലാതെ നിങ്ങളെ കോഡിങ് പഠിപ്പിക്കുന്ന ഭാഗം വേറെയാണ്. നമ്മൾ സംഭവിക്കുന്നത് എന്താ, എങ്ങനെ നല്ലൊരു ടീം കോർഡിനേഷനോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും, ടൈം ഫ്രെയിമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇന്ന് 5 മണിക്ക് കിട്ടേണ്ട സാധനം ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കണമെങ്കിൽ ടീമിലെ എല്ലാവരും അതിൻ്റെ കറസ്പോണ്ടിങ് എഫേർട്ട് ഇട്ട് വേണം. അതിൽ ഒരാളെ എഫേർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ഫൂട്ടർ ഇല്ല, അല്ലെങ്കിൽ ഹെഡർ ഇല്ല, അതിലെ കണ്ടന്റ് പാർട്ട് ഇല്ല, ഒന്നേ മിസ്സായിട്ടു എന്ന് പറഞ്ഞിട്ട് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാത് സമയത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ആൾക്ക് കൊടുക്കുക. ഇനി അയാൾക്ക് മുന്നിൽ 3 മണിക്കൂറേ ഉള്ളൂ.